ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും ആൻഡ് ഇനി പുതിയതായിട്ടുള്ള പഴയ വ്യൂവേഴ്സിന് എല്ലാവരുമായിട്ട് ഞാൻ ഡിസ്ക്ലെയിമർ പറയുകയാണ്. സോ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ലക്ഷ്യം പ്യൂർലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ആൻഡ് ആദ്യം നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അനലൈസ് ചെയ്യുന്നു. ആൻഡ് ഞാൻ ബേസിക്കലി ഒരു സ്വിംഗ് ട്രേഡർ ആയതുകൊണ്ട് തന്നെ ബേസിക്കലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് തന്നെയായിരിക്കും. ഞാൻ മൊമെൻറ്റം ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങുമാണ് ബേസിക്കലി ചെയ്യുന്നത്. സോ ഞാൻ ഈ വരുന്ന വീക്സിലും ആൻഡ് കമ്മിങ് മന്ത്സ് എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്സിൻ്റെ ഫുൾ ലിസ്റ്റ് ഞാൻ റിവീൽ ചെയ്യുകയാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് എൻ്റെ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന സ്റ്റോക്സ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ആൻഡ് ഇതിൽ ഞാൻ ബൈ സെൽ റേഞ്ചസ് ഒന്നും പറയുന്നില്ല, മറിച്ച് ഈ സ്റ്റോക്സിൻ്റെ ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളും സ്ട്രെങ്ത്തും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പാകത്തിനുള്ള അറിവുകളും ആൻഡ് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠനങ്ങൾ ഈ സ്റ്റോക്സിലെല്ലാം നടത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീരുമാനം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ടോട്ടൽ വ്യൂ ഒന്ന് അനലൈസ് ചെയ്ത ശേഷം സ്റ്റോക്സിലേക്ക് പോകാം. എന്നിട്ടേ കാര്യമുള്ളൂ. ആ ഒരു കാര്യം നമ്മുടെ ഇൻഡെക്സിനെ കുറിച്ചൊരു ധാരണയില്ലാതെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നഷ്ടം വരുത്തി വയ്ക്കും. സോ ആദ്യം ഇൻഡെക്സിൻ്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കിയ ശേഷം നമുക്ക് മാർക്കറ്റിലെ മറ്റ് സ്റ്റോക്സിലേക്ക് പോകാം. അതിൻ്റെ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. പകുതി വെച്ച് കണ്ടിട്ട് ഓരോ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാനായിട്ട് നിൽക്കരുത്. മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ആദ്യം തന്നെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഓവറോൾ വ്യൂ വീക്ക്ലി ക്ലോസിംഗ് ലൈറ്റ്ലി നെഗറ്റീവ് ആണ് അല്ലേ. നിഫ്റ്റി എത്ര % ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് റൺ ചെയ്തതെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി ഒരു 6 to 7% മൂവ്മെൻറ്റ് നിഫ്റ്റി തന്ന ശേഷം മാർക്കറ്റ് ഒരു റിക്കവറി അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് തരുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു റീട്രേസ്മെൻറ്റ് നോർമലാണെന്ന് ഞാൻ പറയാറുണ്ട്. മാർക്കറ്റിൽ എപ്പോഴും ഒരു റീട്രേസ്മെൻറ്റ് എന്നുള്ള ഒരു കാര്യം എപ്പോഴും ഒരു പോസിബിലിറ്റിയാണ്. അത് മനസ്സിലാക്കി മാത്രമേ നമ്മൾ ഓരോ ട്രേഡിംഗ് ഡിസിഷൻസും നമ്മൾ ലൈഫിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. സോ നിഫ്റ്റി ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നു. ആൻഡ് മാർക്കറ്റിൽ എവിടെയാണ് ഇനി ഒരു സ്ട്രെങ്ത്, ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് വിസിബിളായിട്ട് കാണാൻ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് 25,400 അല്ലെങ്കിൽ 25,500 എന്നുള്ള ഈ സോണിൽ മാർക്കറ്റിൽ കുറച്ച് സ്ട്രെങ്ത് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ബയേഴ്സിൻ്റെ കൺട്രോളിലാക്കാൻ സാധ്യതയുണ്ട്. മറിച്ച് നിഫ്റ്റി 25,450 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. വീണ്ടും 25,000 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി നമുക്ക് നിലവിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് കെയർഫുള്ളായിട്ട് ഇനിയുള്ള 2 വീക്കുകൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റ് മേ ബി ഒരു ചെറിയ വീക്ക്നെസ് കണ്ടാൽ പേടിക്കേണ്ട. നിങ്ങളുടെ റിസ്ക്കും റിവാർഡും വെച്ചാണ് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. സ്റ്റോപ്പ് ലോസ് വന്നാൽ ലോസ് ബുക്ക് ചെയ്യുക, പ്രോഫിറ്റ് ആണ് ടാർഗറ്റ് എടുക്കുക. സോ ആ ഒരു പ്ലാൻ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് എന്നെ സംബന്ധിച്ച് ഞാൻ മാർക്കറ്റിൽ കുറച്ചധികം ബുള്ളിഷാണ്. കാര്യം സ്ട്രക്ചറലി എല്ലാം ഒരു ഒരു ബുള്ളിഷ് സെറ്റപ്പ് തന്നത് കൊണ്ട് തന്നെ ഇതൊരു പുൾ ബാക്ക് ആവാനായിരിക്കും ഞാൻ കാണുന്നത്. സോ എല്ലാവരും ഒന്ന് കുറച്ച് റിസ്ക് റിവാർഡ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു ടെൻഷനുള്ള കാര്യമല്ല, അല്ലാത്തവർക്ക് ഇത് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കൂടെ വ്യൂ ഒന്ന് നോക്കാം. നിഫ്റ്റി ബാങ്ക്, ഓക്കെ, നിഫ്റ്റി ബാങ്കിയുടെ വ്യൂ നോക്കിയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റോക്സിലേക്ക് പോകാം. സോ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ട് ഞാൻ അവിടെ എടുക്കുകയാണ്. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കി എത്ര % മൂവ്മെൻറ്റ് ഈ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് തന്നു. മോസ്റ്റ്ലി ഒരു 8 to 9% മൂവ്മെൻറ്റ് നിഫ്റ്റി ബാങ്ക് തന്ന ശേഷം മാർക്കറ്റ് ചെറിയൊരു പോസ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സോ അങ്ങനത്തെ ബാങ്ക് നിഫ്റ്റിയിലും കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാം. ഒരു കൺസോൾട്ടേഷനാണ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നിഫ്റ്റി ബാങ്ക് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ഇവിടെ ഏത് ഏരിയയിൽ ഇനി ബയേഴ്സിന് സാധ്യതയുണ്ട്. ഈ ഒരു നിൽക്കുന്ന 57,290 എന്നുള്ള റേഞ്ച്, ഈ ഒരു റേഞ്ച് ടോട്ടലി ബയേഴ്സിന് കൺട്രോളിലാക്കാൻ പറ്റിയ സോണാണ്. മാർക്കറ്റിന് അപ്സൈഡ് പോകാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഈ ഏരിയ ഹോൾഡ് ചെയ്യും എന്തായാലും. അല്ലാത്ത പക്ഷം മാർക്കറ്റ് മേ ബി ഒരുപാട് സ്റ്റോപ്പ് ലോസ് അണ്ടി നടത്തി ഈ ഒരു ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യും. സോ അറിയാം ഇങ്ങനത്തെ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് താഴെ വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഒബ്വിയസ്ലി ഒരു പാനിക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ 56,560 എന്നുള്ള റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി സാധ്യതയുണ്ട്. എത്ര % ഇറങ്ങണം? അതിനൊരു 1 to 2% മൂവ്മെൻറ്റ് നിഫ്റ്റി തന്നാൽ തന്നെ ഒരു 56,000 റേഞ്ചിലേക്ക് എത്തും നിഫ്റ്റി ബാങ്ക് തന്നാൽ തന്നെ. സോ ഒന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക. മാർക്കറ്റിൽ എടുത്തു ചാടി ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാങ്കിങ് ഇൻഡെക്സും കൂടെ എല്ലാം ഒന്ന് പരിശോധിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കുക. ആൻഡ് എപ്പോഴും
സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഘടകം മറക്കാതെ കീപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഇറങ്ങുക. കാര്യം മാർക്കറ്റ് എപ്പോഴും സുപ്രീമാണ്. മാർക്കറ്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ പേടിക്കാതെ നമ്മൾ എത്തിക്കുന്ന ട്രേഡിംഗ് ഡിസിഷൻ റെസ്പെക്ട് ചെയ്ത് മുൻപോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്നും വൈകിപ്പിക്കാതെ നമ്മുടെ സ്റ്റോക്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടി നോക്കുന്ന ഒരു സ്റ്റോക്കാണ് BEL. ഓൾറെഡി നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം കാലമായിട്ട് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിന് ഹോൾഡ് ചെയ്തതാണ്. സോ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട്, ഒരു ചെറിയ മൂവ്മെൻറ്റ് തന്ന ശേഷം നിങ്ങളിവിടെ ഈ BEL എന്ന സ്റ്റോക്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം ഇതൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണെന്ന് അറിയാം അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നതിനും കാട്ടി മികച്ച ഒരു ബ്രേക്ക് ഔട്ട് റേറ്റ് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ സോൺ നോക്കിയേ, മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കുറച്ച് റെഡ് ക്യാൻഡിൽസ് ഒക്കെ തന്നു. ആൻഡ് ഇവിടെ നോക്കിയാൽ കുറച്ചൊരു വലിയ എന്താ പറയുക, ഒരു രസമുള്ള അല്ലെങ്കിൽ വോളിയം നോക്കിയാൽ വോളിയം വൈസ് പോലും വലിയ എഫക്റ്റീവായിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആയിരുന്നില്ല. ബട്ട് മാർക്കറ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് 426 എന്ന റേഞ്ചിന് പോയ ശേഷം തിരിച്ച് റീടെസ്റ്റ് ചെയ്തു ആ സോണിൽ. ബട്ട് ആ റീടെസ്റ്റിൽ വന്ന വോളിയം എന്ന് പറയുന്നത് എക്സ്ട്രീം ഹൈ ആയിരുന്നു. നിങ്ങൾ നോക്കിയാൽ റീടെസ്റ്റിൽ വന്ന വോളിയം എന്ന് പറയുന്നത് എക്സ്ട്രീം ഹൈ ആയിരുന്നു. കുറച്ചും കൂടെ ക്യാൻഡിൽ വേസ് നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റീടെസ്റ്റ് ആണ് BEL തന്നേക്കുന്നത്. സോ ആ BEL നല്ലൊരു മൊമെൻറ്റം ഇപ്പോൾ നിലവിൽ തന്നിട്ടുണ്ട്. 426 ക്ലോസിംഗ് വന്നിട്ടുണ്ട്. സോ മേ ബി ഈ സ്റ്റോക്സിൻ്റെ ഉള്ളൊരു ഹയർ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വരുന്ന വീക്കിൽ BEL എന്നുള്ളൊരു സ്റ്റോക്ക് നിങ്ങളുടെ ഫോക്കസിൽ വെക്കുക. ആൻഡ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടലി ഇനി ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലാണ് റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. ഏതാണ് 436 എന്നുള്ള റേഞ്ചിൽ റെസിസ്റ്റൻസ് വരാം. ശേഷം ഒരു 450 റേഞ്ചിലും റെസിസ്റ്റൻസ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയാസിലുള്ള ട്രേഡിംഗ്, ഈ ഒരു ഏരിയാസ് വരുമ്പോൾ സെല്ലേഴ്സിൻ്റെ കൺട്രോളിലാവാൻ ശ്രമിക്കാറുണ്ട്. സോ നിങ്ങൾ ഈ ഒരു രണ്ട് ഏരിയാസിലും കെയർഫുൾ ആയിട്ട് BELനെ വാച്ച് ചെയ്യുക. ഓക്കെ, BEL സ്റ്റോക്കിനെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. കാര്യം ഞാൻ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് മമത മെഷീനറി എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇത് സ്റ്റോക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. സോ നിങ്ങളൊരു നോക്കുകയാണെങ്കിൽ IPO ബേസ് ആണ് നിങ്ങൾക്ക് തോന്നുന്നു അല്ലേ. സ്റ്റോക്കിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു IPO ആണ്. ആൻഡ് ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത്, IPOയുടെ ഹൈ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു 637 റേഞ്ചിലാണ് ഹൈ. ആൻഡ് ആ റേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് താഴെ വരികയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മൈനർലി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുള്ള തോന്നൽ വരുന്നത്. സോ ഞാൻ ബേസിക്കലി സ്ട്രക്ചർ ബേസ് ഈ സ്റ്റോക്കിന് മമത മെഷീനെ പഠിക്കാൻ നോക്കുമ്പോൾ ഇതാണ് ബേസ്. നമുക്കറിയാം ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ബേസ് വന്നേക്കുന്നത്. സോ അപ്സൈഡ് പോകുന്നു. ഒരു ഹയർ ഹൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് മമത മെഷീനറി എടുക്കുന്നുണ്ടെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. സോ ഞാൻ ഇതിനെ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മമത മെഷീനറി അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നിങ്ങളിവിടെ സൂക്ഷ്മമായിട്ട് ഇതിനെ പഠിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, VCP പാറ്റേൺ പോലുള്ളൊരു പാറ്റേൺ, അതായത് കോൺട്രാക്ഷൻ, പ്രൈസും വോളിയവും കോൺട്രാക്ട് ചെയ്യാനുള്ളൊരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഒരു ഏരിയ? അങ്ങനെ നോക്കുക, പ്രൈസ് ഇത്രയും റേഞ്ചിൽ വരുന്ന ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൈസ് കോൺട്രാക്ഷൻ അവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെയും ഒരു പ്രൈസ് ചെറിയ സോൺസിൽ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് അടുത്തിനി നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെയും പ്രൈസ് കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്കും മെയിൻലി ഒരു പ്രൈസ് കോൺട്രാക്ഷൻ ഇവിടെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. സോ ഞാൻ വാച്ച് ചെയ്യുകയാണ് എന്താണ് ഈ സ്റ്റോക്ക് ചെയ്യുന്നതെന്ന്. മമത മെഷീനറി എന്തായാലും ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഒരു എക്സ്ട്രീം ലെവലിൽ ഞാൻ നോക്കുമ്പോൾ, അതായത് ഞാൻ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് ഈ സ്റ്റോക്കിനെ നോക്കുമ്പോഴത്തേക്കും പ്രൈസ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ VCP പോലുള്ളൊരു പാറ്റേൺ എനിക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്. മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ക്യാൻഡിൽ സ്റ്റിക്സ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ മൈനർ ലെവലിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോ തന്ന ശേഷം ഈ സ്റ്റോക്ക് അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് സ്റ്റോക്സിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് വാച്ച് ചെയ്യുക. ഞാൻ ഈ സ്റ്റോക്ക് കുറച്ച് സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ക്യാൻഡിൽ കണ്ടോ, ഇതാണ് ഒരു ബേസ്, ഈ ഒരു ചെറിയ മൈനർ സപ്പോർട്ടായിട്ട് നിങ്ങൾ കണക്കാക്കുക. ഓക്കെ, മമത മെഷീനറിയിൽ ഒരു മൈനർ സപ്പോർട്ടായിട്ട് കണക്കാക്കുക. സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ 424 എന്നുള്ള റേഞ്ചിൽ ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്ന ശേഷം സപ്പോർട്ട് എടുത്തു അല്ലേ. ആൻഡ് മാർക്കറ്റ് കുറച്ച് 3-4 ദിവസമായിട്ട് ഈ സ്റ്റോക്ക് ഈ 425 അല്ലെങ്കിൽ 430 റേഞ്ചിൽ ഹോൾഡ് ചെയ്തു. ആൻഡ് നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ ഇവിടെ കിട്ടി. നമുക്ക് മമത മെഷീനറിൽ ബൈയിങ് ക്യാൻഡിൽ കിട്ടി. ശേഷം ഈ സ്റ്റോക്ക് ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നോക്കി ഈ ക്യാൻഡിൽ സ്റ്റിക്സ് നോക്കുമ്പോഴത്തേക്ക് മമത മെഷീനറി നോക്കുന്നത് ഈ ക്യാൻഡിലിൻ്റെ ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് എനിക്കൊരു ഫീലുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം അല്ല. ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തു, 425 എന്നുള്ള റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത ശേഷം മാർക്കറ്റ് ഈ ക്യാൻഡിലിൻ്റെ ഹൈ
ഈ ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. സോ അതുകൊണ്ടാണ് ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു VCB പാറ്റേണും ആൻഡ് ഈ ഒരു സ്ട്രക്ചർ ബേസ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിൽ സിക്സിൽ ഇങ്ങനെ ഒരു രസകരമായ ഒരു കാര്യം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വാച്ച് ലിസ്റ്റിൽ ഇട്ടത്. മേ ബി ഈ സ്റ്റോക്ക് ഈ ഹൈ സ്ട്രോങ്ലി ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു സെല്ലിംഗ് സോണ് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയേക്കാം. ഈ ഒരു സെല്ലിംഗ് സോൺ 520 എന്നുള്ളൊരു സെല്ലിംഗ് സോൺ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം മമതാ മിഷനറി നടത്തിയേക്കാം. സോ നമുക്ക് ഈ വീക്ക് മേ ബി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്കറിയാൻ കഴിയും. ഒന്നെങ്കിൽ പ്രൈസിന് സക്സസ്ഫുള്ളി ഈ ഏരിയ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 530 റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. മറിച്ച് ഈ ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് റേഞ്ച് മാർക്കറ്റ് സ്റ്റോക്ക് എത്തും. രണ്ട് പോസിബിലിറ്റി ഞാനിവിടെ കാണുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ നോക്കുന്നത് ഈ ഒരു ഹൈ 454 എന്നുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകാനുള്ള ഒരു ശ്രമം മമതാ മിഷനറി എന്നുള്ള സ്റ്റോക്ക് നടത്തുമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ശേഷം മാത്രമേ ഡൗൺ സൈഡ് ട്രേഡിന് ഞാൻ നോക്കത്തുള്ളൂ. മേ ബി ഒരു ചെറിയ ഇൻട്രാഡേ മൂവ്മെൻ്റ് ഒക്കെ ഡൗൺ സൈഡ് വന്നാൽ നോക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും ഈ സ്റ്റോക്ക് 458 to 460 റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകാനുള്ളൊരു ഇൻറ്റൻഷൻ കാണിക്കുമോ ഇല്ലേ എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പം വരുന്ന വീക്കിൽ ഈ സ്റ്റോക്ക് എല്ലാവരും സൂക്ഷ്മമായിട്ട് പഠിക്കാൻ നോക്കുക. കാര്യം പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിനടക്കം ഇത് ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളായിട്ട് നോക്കാവുന്നതാണ്. ആൻഡ് അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് RPEL ആണ്, രാഘവ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസേഴ്സ് ലിമിറ്റഡ്. ഒരു ക്ലാസിക് ബ്രേക്ക്ഔട്ട് സെറ്റപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. RPEL ബ്രേക്ക്ഔട്ട് ചെയ്തു ആൻഡ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു 800. അത് അടിച്ച ശേഷം ഒരു ഡൗൺ സൈഡ് വന്നതാണ്. സോ അതൊരു ചെറിയ പുൾ ബാക്ക് ആണ്. നമുക്ക് അതൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല അല്ലേ. നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ അറിയാം ഒരു ടോട്ടൽ സ്ട്രക്ചർ വളരെ പോസിറ്റീവാണ്. RPELൻ്റെത് സ്റ്റോക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച ശേഷം ജസ്റ്റ് ഒരു പുൾ ബാക്ക് തന്നു ആൻഡ് അടുത്ത ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു ശ്രമം താമസിയാതെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. RPELൻ്റെ ടോട്ടൽ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഹയർ ഹൈ ആണ് തരുന്നത്. അപ്സൈഡ് ടെൻഡൻസി ഉള്ള സ്റ്റോക്കുകൾ തരുന്ന മൂവ്മെൻ്റ് ആണ് RPEL തന്നത് അല്ലേ. ക്ലാസിക്കലി സപ്ലൈസ് എല്ലാം കവർ ചെയ്താണ് പോകുന്നത്. സോ നമുക്ക് ഒരു മൊമെന്റം സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് RPEL എന്ന് തോന്നുന്നു. നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ വോളിയം വളരെ നൈസാണ് ആൻഡ് ഇതിൻ്റെ ഒരു ഓവർഹെഡ് സപ്ലൈസ് എല്ലാം കവർ ചെയ്ത് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സെല്ലിംഗ് ഏരിയ എന്ന് പറയുന്നത് 858 to 850 റേഞ്ചാണ്. ഇതാണ് ഒരു സപ്ലൈ സോണായിട്ട് മാർക്കറ്റിൽ RPELന് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ. സപ്ലൈ സോണായിട്ട് വർക്ക് ചെയ്യാം. സോ വാച്ച് ചെയ്യാം. സോ ഇതിന് ശേഷം ഉടനെ ഹൈ മൊമെൻറ്റം വരുമോ? ഇല്ല. മേ ബി ഒരു 1-2 ദിവസം അല്ലെങ്കിൽ മേ ബി ഈ ഏരിയ ഈ ഒരു ലോയിലേക്ക് ടെസ്റ്റിങ്ങിനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും സ്റ്റോക്ക് ഇങ്ങനെ ബ്രേക്ക്ഔട്ട് കണ്ട ഉടനെ അപ്സൈഡ് പോകുന്നല്ല. മേ ബി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ്ലി പുൾ ബാക്ക് ഈ റേഞ്ചിലേക്ക് തന്ന ശേഷം അപ്സൈഡ് പോകാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ RPEL എല്ലാവരും ഒന്ന് പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കാൻ ശ്രമിക്കും. അടുത്ത് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. നിങ്ങൾ പലരും സ്റ്റോക്ക് കണ്ടില്ലേ. ഇതും ക്ലാസിക്കലി മാർക്കറ്റ് ബൈയിങ് പ്രഷർ കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നിങ്ങളിതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ നോക്കിയേ. ഇതിൻ്റെ മുന്നത്തെ ഹൈ എന്ന് പറയുന്നത് കുറേ കാലം മുന്നത്തെ ഹൈ എന്ന് പറയുന്നത് 1177 എന്നുള്ള റേഞ്ചാണ്. കണ്ടില്ലേ, ഈ സ്റ്റോക്കിൻ്റെ ഓവറോൾ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചേ. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു തവണ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, ഡൗൺ സൈഡ് വന്നു. ഒരുപാട് തവണ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ച് ഡൗൺ സൈഡ് വന്നു. ഒരിക്കൽ ഈ സ്റ്റോക്ക് ഹൈ ബ്രേക്ക് ചെയ്തു. കണ്ടില്ലേ, ഈ ഒരു സോൺ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ സോണിന് മുകളിൽ ട്രേഡ് ചെയ്ത ശേഷം ഈ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു? ഒരു ഡൗൺ സൈഡ് വന്നു. ആ ഒരു അറ്റംപ്റ്റ് ഫെയിലായി എന്നുള്ള രീതിയിലായി. ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തി ആൻഡ് മാർക്കറ്റ് വീണ്ടും ഫെയിലായി. കണ്ടില്ലേ, അപ്പോൾ ഒരുപാട് തവണ ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി ഫെയിലായി ആൻഡ് ഒരു അറ്റംപ്റ്റ് നടത്തി ഒരു മേജർ ഫെയിലർ വന്നു. രണ്ടാമത് വീണ്ടും അറ്റംപ്റ്റ് നടത്തി മേജർ ഫെയിലർ വന്നു ആൻഡ് മൂന്നാമതും ഈ ഒരു സ്റ്റോക്ക് ആ ഒരു അറ്റംപ്റ്റിനെ മുഴുകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു മുൻപത്തെ പ്രൈസ് ആക്ഷൻ പഠിച്ചാൽ മനസ്സിലാവും. 1133 എന്നുള്ള റേഞ്ച് അല്ലെങ്കിൽ 1142 എന്നുള്ള റേഞ്ച് മാക്സിമം ഈ സ്റ്റോക്ക് കവർ ചെയ്ത് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. ഒരു 10% മൂവ്മെൻറ്റ് കൂടെ തന്നാൽ മുന്നത്തെ ഈ ഹൈയിലേക്ക് എത്തും. സോ ഇതിൻ്റെ ഇടയിൽ സെല്ലേഴ്സ് വരാൻ പോസിബിലിറ്റി ഉണ്ടോ? ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. കാര്യം മുന്നേ ഈ 2 പ്രാവശ്യവും സ്റ്റോക്കിൽ നോക്കി നിങ്ങളിവിടെ ക്ലോസ്ലി വാച്ച് ചെയ്യുക, ഒരുപാട്
സെല്ലേഴ്സ് ഇവിടെ വിസിബിൾ ആണ് അല്ലേ. ഈ സ്റ്റോക്കിൽ ഒരുപാട് സെല്ലേഴ്സ് മുൻപേ ഉണ്ടായിരുന്നു ആൻഡ് സപ്ലൈ അടിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു സോണിൽ സപ്ലൈക്കുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഉണ്ട്. ബട്ട് മാർക്കറ്റ് ഒരു 10% മൂവ്മെൻറ്റ് തന്ന് മുന്നത്തെ ഈ ഹൈ അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ടച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട്. സോ മൈനർലി നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം സ്റ്റോക്ക് ഇവിടെ ബ്രേക്ക് ഔട്ടാണ്. ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് സോണിൽ ആണല്ലേ, ഒരു മൈനർ റെസിസ്റ്റൻസ് സോണിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ സപ്ലൈ ഇവിടെ ഉണ്ട് ഓൾറെഡി. ആ ഒരു സപ്ലൈ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് അടുത്ത് ഇനിയുള്ള സപ്ലൈ റേഞ്ച് ഏതാണ്? മാർക്കറ്റിൻ്റെ മേജർ സപ്ലൈ റേഞ്ചസ് ഇതും ഒരു സപ്ലൈ ആണ്. ബട്ട് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് ഈ ഒരു വോളിയം വെച്ചിട്ട് മേ ബി ആ ഒരു സപ്ലൈ കടന്ന് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇന്റലക്ട് ഡിസൈനിൽ. ആൻഡ് വീണ്ടും ഒരു സപ്ലൈ ഉള്ളത് ഇതാണ്. സോ മേജർലി 3 ഓവർ ഹെഡ് സപ്ലൈ ഈ സ്റ്റോക്കിനുണ്ട്. ബട്ട് ഞാൻ നോക്കുന്നത് ആ ഒരു 10% മൂവ്മെൻറ്റ് ഈ സ്റ്റോക്ക് കവർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാര്യം ഒരുപാട് അറ്റംപ്റ്റ് ഫെയിലായ ശേഷവും മാർക്കറ്റ് വീണ്ടും ആ ഒരു റേഞ്ചിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇന്റലക്ട് ഡിസൈനിൽ കുറച്ച് ബുള്ളിഷായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. സോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്റ്റോക്കും കൂടെ ഒന്ന് വാച്ച് ചെയ്തിട്ട് മൂവ്മെൻറ്റ് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. പെൻ ഇൻഡസ്ട്രീസ്. പെന്നാർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് നമുക്ക് നോക്കാം. സി ടോട്ടലി ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും ബുള്ളിഷാണ് അല്ലേ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ശേഷം ഈ സ്റ്റോക്ക് ഒരുപാട് മൂവ്മെൻറ്റ് നിന്ന് അപ്സൈഡ് പോയി. ഈ സ്റ്റോക്കിന് ഒരു ഹിസ്റ്ററി ഉണ്ട്, നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ഓരോ തവണ അപ്സൈഡ് പോകുമ്പോഴും ഡീപ്പായിട്ടുള്ള ഒരു റീട്രേസ്മെൻ്റ് ഉണ്ട്. 36% ഈ ഒരു ഹൈക്ക് ശേഷം റീട്രേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണ ഹൈ പോകുമ്പോഴും ഡീപ്ലി റീട്രേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡൗൺ ട്രെൻഡ് ആവാൻ പോകുന്നു എന്നുള്ള സൂചന തന്ന ശേഷം മാർക്കറ്റിൽ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോക്കാണ്. നിങ്ങൾ നോക്കി ഇതിൻ്റെ മുന്നത്തെ പ്രൈസ് ആക്ഷനൊക്കെ നോക്കി, ഒരു സപ്പോർട്ട് റേഞ്ച് ഉണ്ട്. ആൻഡ് സപ്പോർട്ട് റേഞ്ചിൽ നിന്നും ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നു. ബയേഴ്സ് എല്ലാം ട്രാപ്പ് ചെയ്ത് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് ബയേഴ്സ് വീണ്ടും അറ്റംപ്റ്റ് നടത്തി അപ്സൈഡ് പോകുന്നു. കണ്ടില്ലേ, ഡീപ്പായിട്ടുള്ള കറക്ഷൻസ് ഈ സ്റ്റോക്കിൽ പൊതുവേ ഉള്ള ഒരു നേച്ചറാണ് ഈ സ്റ്റോക്കിൻ്റെ. കണ്ടില്ലേ, സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. സോ പിന്നെ ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേകത ഉണ്ട്. വീണ്ടും അതേ ഒരു പാറ്റേൺ നമുക്കിവിടെ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ സ്റ്റോക്കിൻ്റെ ഇത്രയും വലിയൊരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു പെന്നാർ ഇൻഡസ്ട്രീസ്. വീണ്ടും സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നു, തിരിച്ച് അപ്സൈഡ് പോകുന്നു. സോ കണ്ടില്ലേ, ഓരോ തവണ ആ ഒരു സ്ട്രക്ചറിൽ, ഇതിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചറിൽ ഒരുപാട് സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഇവിടെ നോക്കിയാലും കണ്ടില്ലേ, ഇത്രയും വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ തന്ന ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോയി. ആൻഡ് വീണ്ടും നമ്മൾ ഇതിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കണ്ടില്ലേ, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിവിടെ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇതിൻ്റെ സപ്പോർട്ട് റേഞ്ചിൽ തന്ന ശേഷം സ്റ്റോക്ക് തിരിച്ചു പോയി. സി ഓക്കെ, ബെയറിഷ് എൻഗൾഫിംഗ് തരുന്നു. ഈ ഒരു ക്യാൻഡിൽ സ്പെസിഫിക് ആയിട്ട് കാണിച്ചു തരാൻ, ഈ ഒരു ക്യാൻഡിൽ ബെയറിഷ് എൻഗൾഫിംഗ് തന്ന ശേഷം മാർക്കറ്റ് വീണ്ടും സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് അപ്സൈഡ് പോയി. സോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉള്ള സ്റ്റോക്കാണ് പെന്നാർ ഇൻഡസ്ട്രീസ്. ആൻഡ് വീണ്ടും അറ്റംപ്റ്റ് നടത്തുന്ന എന്തിനാണ്? ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനാണ്. 260 എന്നുള്ള സോൺ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഈ സ്റ്റോക്ക് നടത്തുന്നുണ്ട്. പെന്നാർ ഇൻഡസ്ട്രീസ്. സോ സപ്ലൈ ആയിട്ട് ഇത് മാർക്ക് ചെയ്ത് വയ്ക്കാം. ആൻഡ് ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ മേ ബി എൻട്രി കൺസിഡർ ചെയ്യില്ലായിരിക്കും ഇതിൽ, ബട്ട് പഠിക്കാനായിട്ട് ഈ സ്റ്റോക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ ഇതിൽ മുൻപ് ഇതിൻ്റെ ഹിസ്റ്ററിയിലുള്ളതുകൊണ്ടാണ് എടുത്തു വെച്ചത്. ആൻഡ് ഇതിൻ്റെ അടുത്തൊരു സെല്ലിംഗ് സോണായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇതാണ്, ഈ ഒരു സോണാണ്. ഈ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് നടക്കുന്നു എന്ന് നമുക്ക് വാച്ച് ചെയ്യാം. സോ പെന്നാർ ഇൻഡസ്ട്രീസ് പഠിക്കാൻ ശ്രമിക്കാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് BEML ആണ്. ഇപ്പോൾ BEMLൻ്റെ പ്രൈസ് ആക്ഷൻ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മിനി കോയിൽ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റോക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കണ്ടില്ലേ, ഒരു ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒരു 25% മൂവ്മെൻറ്റിനുള്ള ഒരു പോസിബിലിറ്റിയാണ് BEML നോക്കുന്നത്. എല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കുക. ക്ലാസിക്കലി ഒരു എന്താ പറയുക, ഒരു ട്രയാങ്കിൾ പാറ്റേൺ എന്നോ അങ്ങനെ എന്ത് വേണം പറയാം. ബട്ട് ഈ സ്റ്റോക്കിൻ്റെ അറ്റംപ്റ്റ് നോക്കിയേ, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിന്ന് ഒരിക്കൽ ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആയ സാധനമാണ് BEML എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒരിക്കൽ നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ കാണിച്ച ശേഷം ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആയി ശേഷം വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് അറ്റംപ്റ്റ് നടത്തുകയാണ്. ഇന്റലക്ട് പോലെയൊക്കെ സെയിംലി ഒരു അറ്റംപ്റ്റ് നടക്കുന്ന സ്റ്റോക്കാണ് BEML എന്നുള്ളത്. സോ ഈ ഒരു പ്രൈസ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ആക്ഷനാണ്. നമ്മുടെ മാർക്കറ്റ് ജേർണിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ ഫെയിലിയർ ആയി, രണ്ടാമത് ഫെയിലിയർ ആയി, ആൻഡ് കണ്ടില്ലേ 2 ഫെയിലിയർ അറ്റംപ്റ്റ് ഉണ്ട്. ആൻഡ് മൂന്നാമത്തെ അറ്റംപ്റ്റിലേക്ക് കടക്കുകയാണ്. സോ BEML വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാം. ആൻഡ് ഇവിടുത്തെ സെല്ലിംഗ് വോളിയം ഒക്കെ വളരെ കുറവാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടുത്തെ സെല്ലിംഗ് വോളിയം വളരെ കുറവാണ്. ബട്ട് ബൈയിങ്ങിൽ വോളിയം ഉണ്ട്. സോ ഒരു സീരിയസ് പ്ലെയേഴ്സ് ഇതിൽ എൻ്റർ ആയിട്ടുണ്ടെന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട് BEML. സോ വാച്ച് ചെയ്യാം. ഇതെല്ലാം സ്വിംഗ് ട്രേഡിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ലാങ്കാർ
ലാങ്കർ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ലാങ്കർ ഹോൾഡിങ്സ് വളരെ മൈക്രോ ക്യാപ്പ് പോലെന്ന് തോന്നുന്നു, വളരെ പെന്നി സ്റ്റോക്കാണ്. ബട്ട് ഞാൻ ഇതിൽ പഠിക്കാനുണ്ട് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കി ഇതിൽ വളരെ ഒരു കൺസോളിഡേഷനിലേക്ക് പോവുകയാണ്. ഈ ഒരു ഇത്രയും റേഞ്ച് സോണിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഈ സ്റ്റോക്ക് എന്തായിരിക്കും ഇനി ഇതിൽ ഒരു അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത്? ഈ സ്റ്റോക്കിന് അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത് 30 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ഈ സ്റ്റോക്ക് നടത്താൻ സാധ്യതയുണ്ട്. 30 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി നമുക്കൊരു അപ്സൈഡ് പൊട്ടൻഷ്യലി ഈ സ്റ്റോക്കിലുണ്ട്. സോ ഈ ഒരു കൺസോളിഡേഷൻ സമയത്ത് ഇതിൻ്റെ വോളിയം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയത് നിങ്ങൾ നോക്കി, ഈ വോളിയം ക്യാൻഡിൽസ് നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം സീരിയസ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ അക്യുമുലേഷൻ ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. 27 രൂപയേ ഉള്ളൂ എന്ന് വെച്ച് നമ്മൾ പഠിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ സ്റ്റോക്കും ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടി ലൈറ്റ്ലി ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുക. ബട്ട് ഞാൻ ഇങ്ങനത്തെ വോളിയം കാണുമ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള അക്യുമുലേഷൻ ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലുണ്ട്. സോ എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇടുക. 30 റേഞ്ചിന് മുകളിൽ ഈ സ്റ്റോക്ക് എന്താണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് 40 ഈ ഒരു റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വരുന്ന വീക്സിൽ റിവ്യൂ ചെയ്ത് നമുക്ക് തീരുമാനം എടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്നത് HEG ആണ്. ഞാൻ ഓൾറെഡി പൊസിഷൻ എടുത്തിരിക്കുന്ന സ്റ്റോക്കാണ് HEG. ഇപ്പം നിങ്ങളിവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈയിലേക്ക് പോകുന്നു എന്നുള്ളതല്ലാതെ ഈ ഒരു റേഞ്ചിലൊന്നും ട്രേഡിംഗ് ഡിസിഷൻസ് നിങ്ങൾക്ക് തോന്നത്തില്ല. മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഒരു പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ മൈനർ, അതായത് വേറെ ടൈം ഫ്രെയിമുകളിലേക്ക് പോയി പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് അല്ലെങ്കിൽ 4 അവർ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് 530 to 540 റേഞ്ച്. ഇതാണ് 4 അവറിലെ ഇതിൻ്റെ സപ്ലൈ അല്ലേ. സപ്ലൈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയി 619, 620 എന്നുള്ള കടുത്ത ഒരു ഹൈയിലേക്കുള്ള മൂവ്മെൻറ്റിനുള്ള ശ്രമമാണ് HEG ലിമിറ്റഡ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിന് മേ ബി ഒരു റീടെസ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ റീടെസ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് സ്ട്രെങ്ത് ആണ് പ്രധാനം. നിങ്ങൾ HEGയിൽ കഴിഞ്ഞ 4 അവർ ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്കും വോളിയം വൈസ് നല്ല സ്ട്രെങ്ത് ഈ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. സോ ഞാൻ ഹയർ ഹൈ ടാർഗറ്റുകളിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം വാച്ച് ചെയ്യുകയാണ്. എന്തായാലും 620 ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഞാനിതിൽ കാണുകയാണ്. ഇതാണ് സപ്ലൈ. അപ്പോൾ 620 ബ്രേക്ക് ചെയ്ത ശേഷം ഞാനിത് സ്റ്റോക്ക് സെല്ല് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കും. ബട്ട് പുതിയ എൻട്രീസിനും ബെറ്റർ ആണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. 1 ഡേ ചാർട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ അടുത്ത ഒരു ഹൈയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ, ഒരു 1000 റേഞ്ചിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്രയും നല്ലൊരു സപ്ലൈ ആണിത്. ഓക്കെ, 620 എന്ന് പറയുന്നത് കുറച്ച് വലിയ സപ്ലൈ ആണ്. ആൻഡ് ഇതൊരു പ്രോപ്പർലി സപ്ലൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന് ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. സോ ഈ ഏരിയയിൽ പ്രോപ്പർലി ഒരു സെല്ലിംഗ് പ്രഷർ വരും. 620 ഇപ്പോൾ 590 to 620 എത്താൻ വലിയ സമയമൊന്നും വേണ്ട, ചെറിയ മൂവ്മെൻറ്റ് മതി. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും. നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്, ഞാൻ എടുത്ത എൻട്രി എന്ന് പറയുന്നത് 540 ആണ്. സോ റീടെസ്റ്റ് വരുമെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് വീണ്ടും ഈ ഒരു 620 ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ റൈഡ് ചെയ്യാനായിരിക്കും എൻ്റെ ഒരു സ്ട്രാറ്റജി ഈ ഒരു സ്റ്റോക്കിൽ. ഓക്കെ, HEG നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് SKM എഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. SKM എഗ് പ്രോഡക്ട്സ്. അപ്പോൾ ഫണ്ടമെന്റൽസ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്നു എന്നുള്ള തോന്നലുണ്ട് എനിക്ക്. ഇപ്പം ഡേ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും വളരെ സ്പെസിഫിക്കലി നിങ്ങൾക്കൊന്നും തോന്നത്തില്ല, വലിയ വോളിയം ഒന്നുമില്ല, ക്യാൻഡിൽസ് കാണാൻ ഒരു സുഖമൊന്നും ഇല്ലാന്ന് തോന്നും. ബട്ട് നമ്മൾ അതിൻ്റെ 1 മന്ത് ചാർട്ടൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 1 മന്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ സ്റ്റോക്കിൽ സീരിയസ് ആയിട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്കിപ്പോൾ കാണാൻ കഴിയും അല്ലേ. ടോട്ടലി സ്റ്റോക്ക് അപ്സൈഡ് തന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വൈ, എന്തുകൊണ്ടായിരിക്കും? ഫണ്ടമെൻ്റലി സം റീസൺസ് ഉണ്ട് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതിന്. ആൻഡ് 1 വീക്കും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. 1 വീക്കിലാണ് നോക്കാം. ഈ വീക്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ക്ലോസിംഗ് നടത്തിയപ്പോൾ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുന്ന ഹൈ മൊമെൻറ്റത്തിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. വീക്കിലിയിൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ബൈയിങ് SKM എഗ് പ്രോഡക്ട്സിലുണ്ട്. സോ ഒരു പുൾ ബാക്ക് കിട്ടുവാണെങ്കിൽ ബെറ്റർ എൻട്രി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ പഠിക്കും. പ്രൈസ് ആക്ഷൻ ബേസ് നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റോക്കിൽ ഹൈ മൊമെൻറ്റം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. SKM എഗ് പ്രോഡക്ട്സ് 1 ഡേ നോക്കുമ്പോഴത്തേക്കും ചാർട്ടിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് ടോട്ടലി സ്ട്രോങ് ക്ലോസിംഗ് തന്നിരിക്കുകയാണ്. എൻ്റെ ഹൈസിലേക്ക് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് പ്രൈസ് ആക്ഷൻ ബേസ് SKM എഗ് പ്രോഡക്ട്സ് കാണിക്കുന്നുണ്ട് 545 റേഞ്ചിലേക്ക്. ബട്ട് സീരിയസ്ലി ഇതിൽ അക്യുമുലേഷൻ ആൻഡ് സീരിയസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എൻ്റർ ആയിട്ടുണ്ട്. അത്രയും ബൈയും വോളിയം നടത്തുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ നമുക്ക് പറയണ്ട ഒരു പ്യുവർലി പമ്പ് ആൻഡ് ഡംപ് സെറ്റപ്പ് ആണെങ്കിൽ മാർക്കറ്റ് അപ്സൈഡ് പോയ ശേഷം പ്യുവർലി ഡംപ് ആയേനെ അല്ലേ. ബട്ട് ഇവിടെ അങ്ങനെയല്ല. മാർക്കറ്റിൽ എത്രയും ബൈയിങ് നടന്ന ശേഷം ഒരു ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻ നടന്നു. ആൻഡ് കറക്ഷൻ നടന്ന ശേഷം വീണ്ടും ബൈയിങ് നടന്നു എന്നുള്ളതാണ്. നിങ്ങളിവിടെ നോക്കിയേ, ഈ ഒരു ഏരിയയിലൊക്കെ പ്രോപ്പർലി ബൈയിങ് നടന്നു, മാർക്കറ്റ് അപ്സൈഡ് പോയി. ആൻഡ് കണ്ടില്ലേ,
നമുക്കിവിടെ ടോട്ടലി ചാർട്ട് നോക്കുമ്പോൾ ഒരു തൃപ്തി ഇല്ലെങ്കിൽ പോലും ഒരു ഹയർ ഹൈ തന്നാണ് ഈ സ്റ്റോക്ക് പോയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഹയർ ഹൈ തന്നാണ് ഈ സ്റ്റോക്ക് പോയിരിക്കുന്നത്. കണ്ടില്ലേ, ഗ്യാപ്പ് അപ്പ് ആൻഡ് വോളിയം എല്ലാം ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഈ സ്റ്റോക്ക് ഒരു പ്രൈസ് ആക്ഷൻ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ഹൈ ആൻഡ് ഹെൽത്തി കറക്ഷൻ തന്നാണ് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ആരായിരിക്കും ഇത് വാങ്ങിച്ചു കൂട്ടുന്നത്? മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം ഇത് വാങ്ങിച്ചു കൂട്ടുന്നത്, അതല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സോ, എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ബട്ട് ഈ സ്റ്റോക്കിൽ സീരിയസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. പ്രൈസ് ആക്ഷൻ ബേസ് ഒരുപാട് ഹയർ ഹൈ തന്നു പോകുന്നുണ്ട്. സോ നമുക്കിതൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. മേ ബി റീടെസ്റ്റ് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. 380 റേഞ്ചിലുള്ള റീടെസ്റ്റ് പോസിബിലിറ്റി നമുക്ക് മേ ബി കിട്ടിയെന്നിരിക്കും. ആൻഡ് ഇതിൻ്റെ മേജർ സപ്ലൈ സോൺസ് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈ ആണ് 540 ആണ് ഇതിൻ്റെ ഒരു മേജർ സപ്ലൈ സോൺസ്. 545 to 560 റേഞ്ചാണ് മേജർ സപ്ലൈ സോൺസ്. അപ്പോൾ നമുക്ക് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്താണ് ഈ സ്റ്റോക്ക് നടത്തിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മേ ബി ഈ ഒരു റേഞ്ചിലേക്ക് പുൾ ബാക്ക് ഉണ്ടാവില്ല എന്നും നമുക്ക് വാച്ച് ചെയ്യാം. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ ബേസ് ഞാൻ ഹാപ്പിയാണ്. സ്റ്റോക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാം. ആൻഡ് ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇതെന്നുള്ള ഫീൽ എനിക്കുണ്ട്. സോ സ്വിംഗ് ട്രേഡിന് വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും SKM Egg Products എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് NLC India എന്ന് പറഞ്ഞ കമ്പനിയാണ്. NLC India ടോട്ടലി ഒരു പ്രൈസ് ആക്ഷൻ ബേസ് ഞാൻ എടുത്തതാണ്. ആൻഡ് ഞാൻ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. ഇപ്പം നെഗറ്റീവ് റിട്ടേൺസ് ആണ്. ബട്ട് നിങ്ങളിവിടെ പ്രൈസ് ആക്ഷൻ ബേസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു എന്താ തന്നത്, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ചെറിയ ഹയർ ഹൈ തന്നു. ആൻഡ് മാർക്കറ്റ് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ വന്ന് ആൻഡ് വീണ്ടും പ്യൂർലി ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലെ എവിടെയാണ് വന്നത്, മുന്നേ ബ്രേക്ക് ചെയ്ത റെസിസ്റ്റൻസിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഈ സ്റ്റോക്ക് NLC India എന്ന് പറഞ്ഞ സ്റ്റോക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിലവിൽ. ബട്ട് ഇതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് വീക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ആവറേജ് റിസൾട്ടാണ്. പ്രോഫിറ്റ് ലൈറ്റ്ലി ഉള്ള ഒരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ബട്ട് നിങ്ങളവിടെ ടെക്നിക്കൽ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ഈ സ്റ്റോക്ക് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് നിലവിൽ. അപ്പോൾ മേ ബി ഇതിലൊരു പ്യൂർ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എത്ര റേഞ്ചാണ്, എങ്ങനെയാണ് ഈ ഒരു 270 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യും. ഇത്രയും തന്നൊരു ബുള്ളിഷ് മൊമെൻറ്റം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വാച്ച് ലിസ്റ്റിലിടാം. ആൻഡ് മേ ബി പ്യൂർലി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുള്ള അവസരം വരും. അപ്പോൾ NLC India നിങ്ങൾ ക്ലോസ് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത അവസാനത്തെ സ്റ്റോക്കാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റൻ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ 3300 ആണ് ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് റേഞ്ച്. മുൻപേയും ഈ റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് 3 തവണ. സോ 3300 അല്ലെങ്കിൽ 3000 ഈ ഒരു താഴത്തെ സോണാണ് സപ്പോർട്ട് റേഞ്ച്. ആൻഡ് സെല്ലർ സോൺ എന്ന് പറയുന്നത് ഒരു 37 അല്ലെങ്കിൽ 3721 എന്നുള്ള റേഞ്ച് സെല്ലർ സോണാണ്. മാർക്കറ്റിൽ ഈ ഒരു ഏരിയ കഴിയുന്നവരെ ടൈറ്റനിൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 3866 കാര്യം മുൻപേ ഒരു ഹയർ ഹൈ തന്ന ഒരു മേഖലയാണ് അത്. അപ്പോൾ 3858 മുകളിലായിരിക്കും ഞാൻ ഇതിൽ മേജർ മൂവ്മെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു സെല്ലർ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഓവർഹെഡ് സപ്ലൈ പ്യൂർലി ടൈറ്റനിൽ വിസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടോട്ടലി ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിലുണ്ട്. ആൻഡ് ഈ ഒരു സെല്ലിംഗ് ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള പ്യൂർ അറ്റംപ്റ്റ് ഇവിടെ നമുക്കിവിടെ കാണാം. സിംപ്ലി മാർക്കറ്റ് ഹൈ പോകുന്നതല്ല, മാർക്കറ്റ് ഈ ഒരു ഓവർഹെഡ് സപ്ലൈയിൽ നിൽക്കുകയാണ്. ബട്ട് ഈ ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിക്കാനുള്ള ശ്രമം ബയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. സോ ടൈറ്റൻ ഞാനൊരു ഹയർ ടാർഗറ്റിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്കായിരിക്കും. എന്തായാലും 3866 ഈ സോൺ, ഈ ഒരു ബ്ലൂ ലൈൻ, ഈ ഒരു ലൈനിന് ശേഷമായിരിക്കും കൂടുതൽ ബൈയിങ് പ്രഷർ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ടൈറ്റൻ നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യാം. ആൻഡ് ഞാൻ എൻട്രി എടുക്കുമ്പോഴത്തേക്കും മേ ബി നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടൈറ്റനിൽ കൂടുതൽ എൻട്രീസ് ഞാൻ പുഷ് ചെയ്യുമ്പോഴത്തേക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സ്റ്റോക്സ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എനിക്ക് പേഴ്സണലി നമുക്ക് മെസ്സേജ് ചെയ്യാം, നമ്മളതെല്ലാം അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും പരിഹരിച്ച് അടുത്ത വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീക്കെൻഡ് വാച്ച് ലിസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു.